ഞാൻ ഡോക്ടർ ഷോൺ ടി ജോസഫ്, ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം മേധാവി, ലേക്ക് ഷോ ഹോസ്പിറ്റൽ, കൊച്ചി. റോബോട്ടിക് സർജറി ഹെഡ് ആൻഡ് നെക്ക് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉപകാരപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഹെഡ് ആൻഡ് നെക്ക് സർജറിയെ സംബന്ധിച്ചിടത്തോളം നൽകുന്നത്. രണ്ട് രീതിയിൽ റോബോട്ടിക് സർജറി ഈ ഹെഡ് ആൻഡ് നെക്ക് വിഭാഗത്തിന് ഉപകാരപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ നാവിൻ്റെ പുറകുഭാഗത്ത്, വായയുടെ പുറകുഭാഗത്ത് അല്ലെങ്കിൽ തൊണ്ടയിലേക്കുള്ള മുഴകൾ, ട്യൂമറുകൾ, ക്യാൻസറുകൾ, അവയുടെ ശസ്ത്രക്രിയയ്ക്ക് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. മുമ്പ് തൊണ്ടയുടെ ഭാഗത്തോ അല്ലെങ്കിൽ നാവിൻ്റെ പുറകുഭാഗത്തോ അതിനകത്തേക്കോ ഉള്ള ഒരു ക്യാൻസർ നമുക്ക് നീക്കം ചെയ്യണമെങ്കിൽ വളരെ മോർബിഡായിട്ടുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ റോബോട്ടിൻ്റെ കൈകൾക്ക് വായിൽ കൂടെ ആ ട്യൂമറുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കാൻ പറ്റുകയും ആ ട്യൂമർ നമുക്ക് വളരെ നല്ല വിഷ്വലൈസേഷനോട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ വളരെ അടുത്തുനിന്ന് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നൽകുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് കഴുത്ത് തുറന്നു പോകുന്ന ആ ഭാഗത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വലിയൊരു പരിധിവരെ അത് ഒഴിവാകുകയാണ്. അതുകൊണ്ടുള്ള റിസ്കുകൾ ഒഴിവാകുകയാണ്. റിസ്കുകൾ എന്ന് പറയുമ്പം സർജറിയുടെ ഒരു സങ്കീർണതയും അത് കാരണം ഉണ്ടാകുന്ന തൊണ്ടയുടെ ഫങ്ഷൻ ഉണ്ടാവാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം നമുക്ക് ഒരുപാട് ഒഴിവാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിന് ട്രാൻസോറൽ റോബോട്ടിക് സർജറി എന്നാണ് പറയുന്നത്. അതായത് വായിൽ കൂടിയുള്ള റോബോട്ടിക് സർജറി. റോബോട്ടിൻ്റെ ഏറ്റവും ഉപകാരപ്പെടുന്ന, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സർജറി കൂടിയാണ് ട്രാൻസോറൽ റോബോട്ടിക് സർജറി. പിന്നെ രണ്ടാമതായിട്ട് കഴുത്തിൻ്റെ റോബോട്ടിക് ശസ്ത്രക്രിയ, പ്രധാനമായിട്ടും തൈറോയിഡിൻ്റെ റോബോട്ടിക് ശസ്ത്രക്രിയ. എൻഡോസ്കോപ്പിക് അല്ലെങ്കിൽ വളരെ ചെറിയ മുറിവുകളിലൂടെ ശസ്ത്രക്രിയ വേണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പാടുകൾ കഴുത്തിൽ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന രോഗികൾക്ക് വളരെ ഉപകാരപ്രദമാണ് റോബോട്ടിക് തൈറോയിഡ് ശസ്ത്രക്രിയ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, റോബോട്ടിന് മറ്റുള്ള കീഹോൾ ശസ്ത്രക്രിയകളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ മൂന്നാമതൊരു ആം കൂടിയുണ്ട്, മൂന്നാമതൊരു കൈ കൂടിയുണ്ട്. ആ കൈയുടെ വഴക്കവുമൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ കൈയോട് വളരെ സാമ്യതയുള്ളതാണ്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലാണ് പലപ്പോഴും. നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മാഗ്നിഫൈഡ് ആയിട്ട്, വളരെ വലുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, വളരെ വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുവഴി ഈ തൈറോയിഡ് ശസ്ത്രക്രിയ, കഴുത്തിലുള്ള മറ്റു ചില മുഴകളുടെ നീക്കം ചെയ്യൽ, ഇതിനൊക്കെ വളരെ ചെറിയ മുറിവുകളിലൂടെ റോബോട്ടിക് ശസ്ത്രക്രിയ ഉപകാരപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹെഡ് ആൻഡ് നെക്ക് സർജറിയിൽ ഞാൻ എടുത്തു പറയുന്ന രണ്ട് കാര്യങ്ങൾ: ട്രാൻസോറൽ റോബോട്ടിക് സർജറി, വായിൽ കൂടിയുള്ള ശസ്ത്രക്രിയ, അത് മോർബിഡിറ്റി, ശസ്ത്രക്രിയയുടെ ഒരു ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ, റിസ്ക് ഇതൊക്കെ വല്ലാതെ കുറയ്ക്കുന്നു. അതേപോലെ റോബോട്ടിക് തൈറോയിഡ് സർജറികൾ, അപ്പം പാട് കഴുത്തിൽ തീരെ കാണാത്ത രീതിയിൽ, തീരെ ചെറിയ പാടുകൾ അല്ലെങ്കിൽ വളരെ കൺസീൽഡ് ആയിട്ടുള്ള ഒരു പാടുകളോട് കൂടിയുള്ള, ചെറിയ ഇൻസിഷനിൽ കൂടിയുള്ള ഒരു സർജറി റോബോട്ട് വഴി സാധ്യമാകുന്നു. ഇത് രണ്ടുമാണ് ഹെഡ് ആൻഡ് നെക്ക് സർജറിയിൽ റോബോട്ട്.